അപ്പൊ എമ്പുരാൻ പടത്തിന്റെ റിവ്യൂ ആയിട്ട് ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് ഡയറക്ഷൻ, ആശീർവാദ് സിനിമാസ്, ഗോകുലം ഗോപാലൻ, പിന്നെ ലൈക്ക പ്രൊഡ്യൂസ് ചെയ്ത പടം പ്രതീക്ഷ എത്ര ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സ് ആൻഡ് ഇൻഡിവിജ്വൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കേരളം മൊത്തം കാത്തിരുന്ന് ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മൂവി എന്നൊക്കെ പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓക്കെ, ആ ക്യാൻവാസിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലും ഒരു പരിധി വരെയൊക്കെ അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുറെ വാവ് മൂമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും പല സ്ഥലത്തും പടം കയ്യിൽ നിന്ന് പോയാലോ തോന്നി. കയ്യിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ എങ്ങും എത്താത്ത പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ പടത്തിന്റെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. മോഹൻലാലിനെ കാണിക്കുന്ന ഓരോ സീനും ഓരോ എൻട്രി പോലെ പവർ പാക്ഡ് ആയിരുന്നു. പക്ഷെ എബ്രഹാം ഖുറേഷി എന്നുള്ള ഒരു ക്യാരക്ടർ ബിൽഡിങ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പവറാണ് പടം കാണിക്കണമെന്ന് തോന്നിയിട്ട് ഒരു സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ സ്റ്റീഫൻ ആയിട്ട് വരുമ്പോ മിക്ക സ്ഥലത്തും സ്റ്റീഫൻ നമുക്ക് ആ രോമാഞ്ചവും അല്ലെങ്കിൽ എന്താ പറയാ കണ്ണനക്കണ ആ ഒരു മാസ് എലമെന്റ്സ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിക്സും ഒക്കെ വളരെ രസകരമായിട്ട് പടത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ പൃഥ്വിരാജിനെ കൊണ്ട്, അതായത് ഡയറക്ടറെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാം. അടുത്ത പോസിറ്റീവ് പടത്തിലെ ഫസ്റ്റ് ഹാഫ്, ഫസ്റ്റ് സീൻ, അതായത് ടൈറ്റിൽ കാർഡ് കാണിച്ചതിന് ശേഷം തൊട്ടിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഇവിടെ അല്ല, കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെ നടക്കുന്ന സംഭവമായിട്ട് കാണിക്കുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം മ്യൂസിക് ഹെവി ആയിട്ട് തോന്നി. പിന്നെ ക്യാമറ വർക്ക് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തോന്നി. പിന്നീടൊക്കെ റിപ്പീറ്റഡ് സീൻസ് വന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. മിക്ക സീൻസും റിപ്പീറ്റഡ് ഫ്രെയിംസ് പോലെ തോന്നി. പോസിറ്റീവ്സ് നോക്കാനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നിങ്ങൾ പടം കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരിക്കുന്നു. പിന്നെ ഇനി നെഗറ്റീവ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെഗറ്റീവായിട്ട് തോന്നുന്നത് എനിക്ക് BGM. ആദ്യത്തെ ആ ഒരു ഹാഫ് ആൻ അവർ ഞാൻ പറഞ്ഞ പോലെ BGM വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്തും ഒരു ഫീലും ഇല്ലാത്ത BGM ആയിരുന്നു. എന്തോ ഒരു ബന്ധമില്ലാത്ത BGM ഒക്കെ പ്ലേ ചെയ്യണ പോലെ തോന്നി. BGM ശരിക്കും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാണ്ട് പോയത് എന്ന് എനിക്കറിയില്ല. ഇത്രയും ഹെവി ആയിട്ട് ലാർജ് സ്കെയിൽ അല്ല ഇത്രയും ബഡ്ജറ്റ് ഒക്കെ ഇറങ്ങി വന്ന പടത്തില് ഇപ്പൊ അനിരുദ്ധം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സുഷിൻ ഷാം അങ്ങനത്തെ BGMs ഇല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ല മലയാള സിനിമയിലേക്കാണ് BGM കൊണ്ട് സീൻ എലവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പടത്തില് ഫൈറ്റ് സീക്വൻസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിനെ കാണിക്കുന്ന ആ സീൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും BGM ഒട്ടും വർക്ക് ചെയ്യാത്ത പോലെ തോന്നി. അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഇന്റർവെല്ലിലേക്ക് വരുമ്പോ എന്തോ ഭയങ്കര വലിയൊരു എലമെന്റിലേക്ക് പോകുമെന്ന് തോന്നിപ്പിക്കെങ്കിലും എനിക്ക് അത്ര വാവ് ഫാക്ടർ ഒന്നും തോന്നിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി പ്ലസ് തന്നെ ആയിരുന്നു പടത്തില്. ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഫുൾ ഫാൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന് ഗൂസ് ബംസ് ഇട്ടാനുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും, അതായത് ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേനും പിന്നെയും പടം എന്തോ ഒരു നോർമൽ ഒരു പടം പോലെ ആയിപ്പോയി. അത്ര നേരം ബിൽഡ് ചെയ്തോണ്ടെന്ന് ആ ഒരു ഇമ്പാക്ട് ഒക്കെ കുറഞ്ഞ് ലാസ്റ്റ് ഒരു എന്താ പറയാ ഒരു വില്ലനായിട്ട് വെറുതെ പോയിട്ട് ഇടിയുണ്ടാക്കുക അങ്ങനത്തെ ഒരു ലെവലല്ലല്ലോ ശരിക്കും അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളെ കാണിച്ചതും പടത്തിന്റെ തുടക്കത്തിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടുവന്നതും ലാസ്റ്റ് ആയപ്പോഴത്തേനും എന്തോ നോർമൽ ഒരു റിവെഞ്ച് പടം പോലെയൊക്കെ ഉള്ള ഒരു ഫീലിലേക്ക് മാറി. പിന്നെ ഏറ്റവും മ്യൂസിക് പോലെ തന്നെ എനിക്ക് പോരായ്മ തോന്നിയത് സ്റ്റണ്ട് കൊറിയോഗ്രാഫിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സ്റ്റണ്ടും തന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഡ്യൂറേഷനുള്ള സ്റ്റൺസ് ആണ്. അപ്പൊ അത്രയും ഡ്യൂറേഷൻ വെക്കുമ്പോ അതിനനുസരിച്ചുള്ള എലമെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മോക്കോ ബോട്ട് കൊണ്ടുള്ള ഒരു സ്റ്റൺ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മ വേറെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് മോക്കോ ബോട്ട് എന്താ അടിപൊളിയായിട്ടാണ് യൂസ് ചെയ്യണമെന്ന്. പക്ഷെ അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേനും അത്രയും ഹെവി ആയിട്ടൊന്നും തോന്നിയില്ല മോക്കോ ബോട്ട് യൂസ് ചെയ്ത്. മോക്കോ ബോട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ആ സ്റ്റണ്ട് എലമെന്റ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റിയിട്ടില്ല. ഇത്രയും ഹൈപ്പ് വന്ന പടം, ഇത്ര എക്സ്പെക്ടേഷൻ റേസ് ചെയ്ത പടം, അത് നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിവിജ്വൽ എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ആയിട്ടില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ.
ആ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയി പടം കാണാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടില്ല. കാണാൻ വയലൻസോ അങ്ങനത്തെ സീൻസ് ഒന്നും ഇല്ല. കൊച്ചുങ്ങളായിട്ട് പോയി കാണുന്നതും കുഴപ്പമൊന്നുമില്ല. പിന്നെ പടത്തില് ഇത്ര ലാർജ് സ്കെയിൽ പടം എന്ന് പറയുമ്പോൾ കുറെ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. പടം ഭയങ്കര കുറെ ലേയേഴ്സിലൂടെ കുറെ ലൊക്കേഷനിൽ ട്രാവൽ ചെയ്ത് കാണിക്കുന്ന പടമാണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയല്ല. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ പടം തന്നെയാണ് ലൂസിഫർ 2. അല്ലെങ്കിൽ നമ്മുടെ ലൂസിഫർ ഒക്കെ മൈൻഡ് വെച്ചിട്ട് പോയാലും ചിലപ്പോ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല. എനിക്ക് ലൂസിഫർ തന്നെയാണ് ടോപ്പ് നോച്ച് നിൽക്കുന്നത്. ലൂസിഫർ 2 എനിക്ക് അത്ര എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. OTT വന്നിട്ട് കാണാനുള്ള പടമൊന്നുമില്ല ഒരിക്കലും. തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നുണ്ടെങ്കിൽ, കാരണം അത്ര വലിയ സ്കെയിലിൽ എടുത്തേക്കുന്ന പടമാണ്, അത്ര വലിയ ക്യാൻവാസ് ആണ്. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഗോ ആൻഡ് വാച്ച് എമ്പുരാൻ 2 ഇൻ തിയേറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.